ഈ ചൂട് കാലത്ത് ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അതിനുവേണ്ടി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്ത് വെക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ കൂവപ്പൊടി എന്ന് പറയുന്നത്. നമ്മളിതൊരു പാക്കറ്റ് മേടിച്ചതാണ്. വലിയ വിലയൊന്നും അല്ല, 250 രൂപയൊക്കെ ആവും കേട്ടോ. പക്ഷേ നമ്മളിതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കുമ്പം വളരെ ഗുണപ്രദമായിട്ട് തന്നെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഞാനിത് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ കാച്ചാത്ത പാലാണ് കേട്ടോ, നല്ല കട്ടിയുള്ള പാല്. ഇനി നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. നല്ലോണം തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് കട്ടയൊക്കെ കെട്ടാതെ വേണം നമുക്കിത് എടുക്കാനായിട്ട്. കാരണം നമ്മളിത് പാലിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. അങ്ങനത്തെ ഞാനിതിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി നമുക്കത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അമ്പലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പാലൊക്കെ അതേ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് തന്നെ അടി പിടിക്കത്തില്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ നേരത്തെ കൂവപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. ഇതിൽ കുറേ നല്ല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഷോർട്സും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള റെസിപ്പീസും വ്ളോഗ്സും ഒക്കെയാണ് ഇതിൽ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ കൂവപ്പൊടിയും പാലും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നപ്പം ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശരിക്കും പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വറുത്തിടുമ്പോഴത്തേക്കും അതും കൂടി ആയിക്കോളും. അല്ലാതെ നമ്മുടെ അരിയുടെയോ അല്ലെങ്കിൽ സേമിയയുടെയോ ഒന്നും ആ ഒരു ടൈപ്പൊന്നും ഇതിനകത്തോട്ട് വരുന്നില്ല. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരം പാകമാണോ എന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരം പാകത്തിനായിട്ടുണ്ട്. ഭയങ്കര മധുരമൊന്നും വേണ്ട കേട്ടോ, നമുക്കതങ്ങ് മത്ത് പിടിക്കും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് നെയ്യ്, അതാ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കശുവണ്ടി പരിപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് വാങ്ങി നമ്മൾ കൂവപ്പൊടി കാച്ചിയതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ട് വരുവാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കൂവ കാച്ചിയത് നമുക്ക് തണുപ്പിച്ച് വേണമെങ്കിലും കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചൂടായിട്ട് വേണമെങ്കിലും കുടിക്കാം. യൂറിനറി ഇൻഫെക്ഷൻ മാറാനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ ഈ കൂവപ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിലുള്ള ജലാംശമൊക്കെ വരാനൊക്കെ നല്ലൊരു സാധനമാണിത്. അങ്ങനെ ഞാനിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ആ ഏലക്കയുടെ നെയ്യുടെയൊക്കെ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലങ്ങ് പകർന്നിട്ട് കുടിക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്